നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക, അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ഇവിടെ 3 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. Five of Swords, King of Wands, The Moon. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ആദ്യം കിട്ടിയ കാർഡ് 5 ഓഫ് സോർട്സ് ആണ്. ഇനി ആർക്കും നിങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന ചിന്ത അവരുടെ മനസ്സിൽ വരാൻ കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമോ അല്ലെങ്കിൽ മുൻപുണ്ടായ ചില തർക്കങ്ങളോ സാഹചര്യങ്ങളോ ആകാം. സ്വന്തം സാഹചര്യങ്ങളോട് പൊരുതി ജയിച്ച് നിങ്ങളെ സ്വന്തമാക്കണമെന്നൊരു വാശി അവർക്കിപ്പോൾ ഉണ്ട്. കിങ് ഓഫ് വാൻസ് കാർഡാണ് രണ്ടാമത് കിട്ടിയത്. ആ കാർഡ് പറയുന്നത് അവർ ഈ ബന്ധത്തിൽ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്നാണ്. ഈ ബന്ധത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാനും അവർ തയ്യാറാണ്. നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹവും അവർക്കുണ്ട്. മൂന്നാമത് കിട്ടിയ കാർഡ് ദ മൂൺ കാർഡ്. ഈ കാർഡ് പറയുന്നത് അവരുടെ ഉള്ളിലെ ഭയങ്ങളും പുറത്തു പറയാത്ത വികാരങ്ങളെയുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പുറമേക്ക് അവർ നിങ്ങളെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ആകുലതയാണ്. പല കാര്യങ്ങളും അവർ നിങ്ങളോട് തുറന്നു പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ബോട്ടം കാർഡായി വന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വെറും വാക്കുകളിലല്ല, പ്രായോഗികമായും നിങ്ങളെ കൂടെ കൂട്ടാനും ജീവിതം ഭദ്രമാക്കാനും അവർക്ക് താല്പര്യമുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന ആ വ്യക്തിയുടെ തീരുമാനം വളരെ ശക്തമാണ്. കൂടാതെ അവർ നിങ്ങളെ ഒരു വിലപ്പെട്ട നിധിയായാണ് കാണുന്നത്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.